ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. പാകിസ്ഥാനേക്കാൾ ജനസംഖ്യ കൂടുതലുള്ള സ്റ്റേറ്റാണ് യു പി. ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രിയായി പരിഗണിക്കപ്പെടാവുന്ന ആളാണ്. പക്ഷേ കുംഭമേള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈവൻറ്റ് ആണല്ലോ, ഈവൻറ്റ് തന്നെയാണ്. ഈവൻറ്റ് സംഘടിപ്പിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ. ഇപ്പോൾ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ശബരിമലയ്ക്ക് അപകടം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയ, ഇപ്പോൾ ഇന്നലെ വരെയുള്ള 19-ാം തീയതി വരെയുള്ള കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 50 കോടി ആളുകൾ കുംഭമേളയ്ക്ക് വന്നു കഴിഞ്ഞു. ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 50 കോടി എന്നുള്ളത് ചിലപ്പോൾ 60 കോടിയിലേക്കൊക്കെ മാറും. 60 കോടിയോളം ആളുകൾ പങ്കെടുക്കുന്ന ലോകത്ത് ഇതുപോലത്തെ ഉള്ളൊരു മഹോത്സവമോ ആഘോഷമോ ആചാരമോ വിശ്വാസ പ്രകടനമോ വേറെയില്ല. ഹജ്ജ് തീർത്ഥാടനം കഷ്ടിച്ച് 35 ലക്ഷം പേരാണ് വരുന്നത്. ഇതിലൂടെ വലിയ സാമ്പത്തിക മെച്ചം ഉണ്ടായിട്ടുണ്ടെന്ന് യോഗി പറയുന്നു. ഏതാണ്ട് 1500 കോടി രൂപയാണ് മുടക്കിയത്. 2 ലക്ഷം കോടിയിൽ പരം റവന്യൂ സർക്കാരുണ്ടായിരിക്കുന്നു എന്നാണ് അതിൻ്റെ സാമ്പത്തിക വശം അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ കാണുന്ന 2 വശങ്ങൾ, ഒന്ന്, ഇന്ത്യയിൽ എമ്പാടും ഹിന്ദു എന്നുള്ള ഒരു യൂണിറ്റി സ്പിരിറ്റ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും എത്രയോ ആളുകളാണ് ഈ കുംഭമേളയ്ക്ക് പോകുന്നത്, മുമ്പ് കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഹിന്ദു മനസ്സുകളിൽ ചോദ്യം ചെയ്യാനാവാത്ത ഒരു ഐക്കണായി, ഒരു ബിംബമായി ഈ കുംഭമേളയുടെ സംഘാടനത്തിലൂടെ യോഗി മാറിയിട്ടുണ്ടോ? ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നേതാവായി യോഗി മാറിയോ? കാരണം ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഈ ഇത്രയും വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. UAE എന്നൊരു ടീം വന്നിട്ടുണ്ട്. അത് തന്നെ നയിക്കുന്ന ഒരു വനിതയാണ്, തട്ടമില്ലാത്ത വനിതയാണ്. അവരവിടെ വന്ന് മുങ്ങിക്കുളിച്ചു. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നേതാവായി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യാനാവാത്ത ഒരാളായി യോഗി ആദിത്യനാഥ് മാറുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണോ ഈ കുംഭമേള? ഈ കുംഭമേളയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികാസം വളരെ ഗൗരവമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സാമൂഹ്യ പഠനങ്ങൾ നടത്തുന്നതായിട്ടുള്ള, അതുപോലെ ചരിത്രത്തെ വിലയിരുത്തുന്നതായിട്ടുള്ള ആളുകളെല്ലാം നടത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെറുതെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് എടുക്കരുത്. അതിൻ്റെ അകത്ത് വിശ്വാസമുണ്ട്, അത് ശരിയാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന ഈ തീർത്ഥാടനം, ആത്മീയ തീർത്ഥാടനം എന്ന് പറയുന്നതിൻ്റെ ഒരു വശം അതിനകത്ത് കിടക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വലിയ സാമ്പത്തിക നേട്ടം നൽകുന്ന തരത്തിൽ അത് മുന്നോട്ട് പോയിട്ടുണ്ട്, സാമ്പത്തിക സ്രോതസ്സായി മാറുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ ആധുനിക ലോകം എന്ന് പറയുന്നത് ലോജിസ്റ്റിക്കിൻ്റെ ഒരു ലോകമാണ്. ഇത്രയും ആളുകൾ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് പറയുന്നത് അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപകടങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് സ്റ്റാമ്പേഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുക. ഇതൊക്കെ ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് ഞാൻ ഈ ലോജിസ്റ്റിക്കിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളിപ്പോൾ വലിയ ഇവൻ്റൊക്കെ നടക്കുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പുട്ടപ്പ് ചെയ്യുന്ന പ്രോസസ്സിലാണ് അവർ സാധാരണ ശാസ്ത്രീയമായിട്ട് അത് ഉപയോഗിക്കുന്നത്. വാഹനങ്ങൾ പുട്ടപ്പ് ചെയ്യൽ മാത്രമല്ല, ഈ ഹ്യൂമൻ റിസോഴ്സിനെയും ഇതേപോലെ തന്നെ പുട്ടപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചും പഠിക്കുന്നത് ലോജിസ്റ്റിക്കിൻ്റെ പാർട്ടാണെന്ന് എനിക്ക്. അപ്പോൾ ഇവിടെ നിന്ന് അത്തരത്തിൽ പുതിയ ഒരുപാട് പാഠങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതോടൊപ്പമാണ് നേരത്തെ സാർ സൂചിപ്പിച്ച വരെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു വലിയ തരത്തിലുള്ള ഐക്കണൈസേഷൻ നടക്കുന്നത്. അതായത് ഈ ഹിന്ദു ഐക്കൺ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥായിട്ട് മാറിത്തീരുന്നത്. നമ്മൾ പ്രയാഗ്രാജിൽ പോയവർ പറയുന്നത് അവിടെ എല്ലാം യോഗിയുടെയും മോദിയുടെയും ചിത്രങ്ങൾ ഒരുമിച്ചാണ്. അതെ, അത് പക്ഷേ നമുക്കറിയാം, പതുക്കെ മോദിയെ ഇങ്ങനെ അവരുടെ ഇപ്പോൾ RSSൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ളൊരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ഒരു വട്ടം കൂടി മോദി തുടർന്നാലും മോദിക്ക് പിന്നാലെ ആര് എന്ന് പറയുന്ന ചോദ്യം ഉയരുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അത്താണി യോഗിയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് അത് ഒരു ഐക്കണൈസേഷൻ്റെ പ്രോസസ്സായിട്ട് മാറിത്തീരുന്നത്. ബോധപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടാവും. പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് RSS പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഡെവലപ്മെൻറ്റ് അതിനകത്തുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതോടൊപ്പമാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും ഹിന്ദുക്കളെ ആകർഷിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയായിട്ട്, അതും അതിൻ്റെ ഒരു പൊളിറ്റിക്സാണ്. ഇന്ത്യ ലോകത്തിൻ്റെ എല്ലായിടത്തും. അതെ, അല്ല, നമ്മൾ ഇന്ത്യക്കകത്ത് നേരത്തെ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇതിലേക്ക് കേരളത്തിൽ പോലും പുതിയ രീതിയിൽ ഒരുപാട് ആളുകൾ ഇത്തവണ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കുംഭമേളയിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പോകും. എന്നുവെച്ചാൽ അതൊരു ആത്മീയ തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രോസസ്സാണത്. പക്ഷെ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നും അതെങ്ങനെ ആ ഉത്തർപ്രദേശിൻ്റെ, നമുക്കറിയാം ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വികസിതമൊന്നുമല്ല. പല സ്ഥലങ്ങളിലും ദാരിദ്ര്യം കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഞാനൊക്കെ പല സമയത്ത് നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതൊക്കെ പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു 3, 4, 5 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും
അതൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോവാം. കാരണം ഇതിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ വരുമാനമുണ്ടെങ്കിൽ എന്തുകൊണ്ടത് അവരുടെ ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യൂടെ? 2 ലക്ഷം കോടി രൂപ 40 ദിവസം കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാറ്റം ഭയങ്കരമായിരിക്കും. പണമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു റോഡ് നോക്കുന്ന സമയത്ത്, റോഡിൻ്റെ ഇരുവറകളായിട്ടുള്ള കെട്ടിടങ്ങൾ നോക്കുന്ന സമയത്ത്, അതൊക്കെ ആധുനിക കാലത്തിൻ്റെതായി മാറുമ്പോൾ മാത്രമാണ് ആളുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. നമ്മുടെ പഴയ ചായപ്പീടികളും അതേപോലെ പലചരക്കിടകളും എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഒരു മനുഷ്യൻ പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളാണ്. അതൊക്കെ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്കാണ് നമ്മളുടെ ഈ പലതരത്തിലുള്ള മൾട്ടിനാഷണൽസും കടന്നു വന്ന് അത്തരം ഇടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ഈ സംസ്ഥാനത്ത് തന്നെ ഇന്ത്യയുടെ വലിയ ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് മാറ്റി തീർക്കാനായിട്ട് കഴിയും. പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാം കോവിഡ് കാലത്ത് ഉത്തർപ്രദേശിലെ ആളുകൾ പല സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വലിയ എക്സോഡസ് ആയിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ എക്സോഡസിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക വിജയങ്ങളാണ് ആത്യന്തികമായിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങളായിട്ട് മാറിത്തീരുക എന്ന് പറയും. അങ്ങനെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഹൃദയഭൂമിയായിരുന്നു ഉത്തർപ്രദേശ് എന്ന്. അവിടെ അവർക്ക് ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊപ്പം നിന്നിരുന്നായിട്ടുള്ള ജനത അവരിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ പോയി ഇനി തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ RSSും അതേപോലെ തന്നെ BJPയും വളരെ കൃത്യമായിട്ട് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ അതിലിതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആളുകളത് ആ രീതിയിൽ വിലയിരുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. കുംഭമേളയ്ക്ക് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത്, ഒന്ന് ഹിന്ദു ഫിലോസഫിയുമായി ബന്ധപ്പെടുത്തുകയും ഹിന്ദുയിസവുമായി ബന്ധപ്പെടുത്തി ആളുകളെ ഒരുമിപ്പിച്ച് BJPയുടെ പിന്നിൽ നിർത്തുക. നേരത്തെ അയോധ്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യയെ മുഴുവനും ഏകീകരിക്കുന്നതിന് വേണ്ടി ഈ അയോധ്യ എന്ന് പറയുന്ന ഒരു ഇമേജ് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. പക്ഷേ അയോധ്യ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ പൊലിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം ഇനി അത് പറ്റില്ല, അത് കഴിഞ്ഞു, അത് അവസാനിച്ചു. എനിക്കൊന്ന് മോഹൻ ഭഗവത് തന്നെ വളരെ കൃത്യമായിട്ട് അക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ മോഹൻ ഭഗവത് അത് കഴിഞ്ഞ് ആ ദൗത്യം പൂർത്തീകരിച്ചു. ഇനി അത് ഒരു പൊളിറ്റിക്കൽ മിഷനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള BJPയുടെ അധികാരാരോഹണത്തിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു പൊളിറ്റിക്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇനി സസ്റ്റെയിൻമെൻറ്റാണ് പ്രധാനപ്പെട്ടത്. അധികാരം കയ്യിലെത്തിക്കഴിഞ്ഞു. ഇനി ആ അധികാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും കുംഭമേള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് തുടരുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അതാണ് ശരിക്കും പറഞ്ഞാൽ. ആ പൊളിറ്റിക്സിന് വലിയ സാധ്യത ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള വരുമാനം തന്നെയാണ്. ഇപ്പോൾ താജ്മഹൽ എന്ന് പറയുന്നതിന് പലപ്പോഴും ഈ എക്സ്ട്രീമിസ്റ്റായിട്ടുള്ള ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യും, എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. യോഗി എതിർക്കുന്നില്ല. യോഗി അതുവഴി കിട്ടുന്നതായിട്ടുള്ള സമ്പത്ത് നേരെ എങ്ങനെയാണ് സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്ന് തന്നെ ആലോചിച്ചിട്ട് തന്നെയാണ് അത് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നത്. പല ആൾക്കാരും വിചാരിച്ചിരുന്നത് യോഗിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ ശരിപ്പെടുന്നത്. അത് ശരിപ്പെടുത്തല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് അതിൽ നിന്ന് വരുന്ന റവന്യൂവിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്ത് സാധനത്തെയും ഉപയോഗിച്ചുകൊണ്ട് പണം അമാസ് ചെയ്യുക, ആ പണം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സുസ്ഥിരമായിട്ടുള്ള സംവിധാനമായിട്ട് നിലനിർത്താനായിട്ട് കഴിയും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടെല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട്. അതിലിപ്പോൾ കുംഭമേള നടക്കുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസം പ്രകാരം 4 സ്ഥലങ്ങളിലാണ്: പ്രയാഗ്രാജ്, ഉജ്ജയിനി, നാസിക്, ഹരിദ്വാർ. അടുത്ത 2027 അടുത്ത കുംഭമേള വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 4 കേന്ദ്രങ്ങളിൽ നടക്കുന്ന കുംഭമേളകളും ഇതുപോലെ വലിയ ഈവൻറ്റുകളായി മാറുമോ? അങ്ങനെ ആക്കാം. കാരണം 4 വ്യത്യസ്ത സംസ്ഥാനങ്ങളിലാണ്. ആ സംസ്ഥാനങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ അത് അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ആക്കിയെടുക്കാനായിട്ടുള്ള ട്രാക്കായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് സ്വാഭാവികമല്ലേ, അങ്ങനെ ചെയ്യുമായിരിക്കും. അങ്ങനെ ചെയ്യും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെയും ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് കൂടിയാണ്, വെറും വിശ്വാസ പ്രമാണം മാത്രമല്ല. അതെ അതെ അതെ. അപ്പോൾ കൃത്യമായിട്ട് ആ ഇവന്റ് മാനേജ്മെന്റ് ഒരു മെക്കാനിസം വേണം, അത് വേണം, ഒരു ലീഡറും വേണം, അത് വേണം. അത് മറ്റൊരിടത്തുണ്ടോ ഇല്ലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇപ്പോൾ നാസിക് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയാണ്, അവിടെ ഒരു വലിയ സർക്കാരുണ്ടോ എന്ന് മാത്രം ഇങ്ങനെ ഇതിവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ മാത്രമുള്ളൊരു സർക്കാർ, യോഗി ആദിത്യനാഥ് മാത്രം, വേറെ സംസാരങ്ങളൊന്നുമില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ഇങ്ങനെ തീരുമാനിച്ചാൽ അത് നടത്താൻ പറ്റും. മഹാരാഷ്ട്ര പക്ഷേ അങ്ങനെ ആവണം എന്നില്ല. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇത്ര എളുപ്പത്തിലൊക്കെ നടപ്പിലാക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അകത്തും പുറത്തും.
ഏതായാലും യോഗി ചോദ്യം ചെയ്യാനാവാത്ത ഒരു ലോക നേതാവായി കുംഭമേളയിലൂടെ. അല്ല, അങ്ങനെ ആക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു മിഷണറി ഉണ്ടല്ലോ പിന്നെ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ മിഷണറി, RSS ബേസ് ചെയ്തിട്ട് നിൽക്കുന്നത്. അവരങ്ങനെ തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ ആവും. ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചുകൊണ്ടുകൂടിയല്ലേ നടക്കുന്നത്. അങ്ങനെ RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു നോഡില്ലാതെ ഇത് നടക്കില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അവരുടെ പ്ലാനിങ് ആണ്. അത് വളരെ കൃത്യമായി കുംഭമേള വലിയ ഇവൻ്റായി ലോകത്തിൻ്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുമ്പോഴത്തേക്ക് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? അത് UP മുഖ്യമന്ത്രി. ഹു ഈസ് ദാറ്റ് കൈ? യോഗി ആദിത്യനാഥ്. അതെ, അങ്ങനെയാണ് പറയുകയും അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. അതെ അതെ. അതാണ്. അപ്പോൾ സ്ഥാപനവൽക്കരണമാണ്. യോഗി ആദിത്യനാഥ് സ്ഥാപനവൽക്കരിക്കപ്പെട്ടത്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കും. അതാണ് നമ്മൾ സംഭാഷണം തുടങ്ങുന്ന സമയത്ത് ഇതൊരു ഐക്കണൈസേഷൻ പ്രോസസ്സാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു ഐക്യമായി ബിംബമായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭാവി രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി യോഗിയെ പ്രതിഷ്ഠിച്ചു. അല്ല, അങ്ങനെ വരികയുള്ളൂ. കാരണം മോദിക്ക് പകരം ആര് എന്ന് പറയുമ്പോൾ അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുകൾ തിരിയുന്നത് യോഗിയിലേക്കാണ് ഇപ്പോൾ തൽക്കാലം. അമിത്ഷാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമിത്ഷാ എന്ന് പറയുന്നത് വേറൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ കണ്ടില്ലേ, ആരാവും നോക്കിയപ്പോൾ അവസാനം രേഖ. അതൊക്കെ ഞാൻ പറയുന്നത് ഇവർ വളരെ കൃത്യമായിട്ട് പുറത്താളുകളെ ഇങ്ങനെ പലതരത്തിൽ എന്താണ് ഊഹങ്ങൾ നടത്താനും പ്രവചനങ്ങൾ നടത്താനും ഇതാ വരുന്നു വലിയ കക്ഷി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയുള്ള അതിന് വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കി. ചിലപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് ഒരുപക്ഷെ ഒരു ടൈം കൂടി UP. പക്ഷെ വേറെ കാര്യമുണ്ട്, യോഗിയെ നമ്മൾ നാഷണൽ ലെവലിലേക്ക് മാറ്റിയാൽ UPയിൽ യോഗിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അല്ല, എപ്പോഴും അത്തരം ചോദ്യങ്ങൾ ഏത് സമയത്തും ഉണ്ട്. എല്ലായിടത്തും രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്നിഗ്ധമാകുന്നത് അങ്ങനെയാണ്. ഇദ്ദേഹത്തിന് പകരം ആര് എന്ന് പറയും. പക്ഷേ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം സാധാരണ ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ വരാൻ വേണ്ടിയിട്ട് അവരെ പാകപ്പെടുത്തി നിർത്തുന്നു. ഒരു ക്ഷാമവും BJPയിലെ എത്ര അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ഇവരെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംവിധാനമല്ല. കാരണം ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മോദിയേക്കാൾ കൂടുതലായിട്ട് യോഗിയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ അവർക്കറിയാം ഇതെങ്ങനെ. അതങ്ങനെ മിഷണറി പ്രവർത്തനമാണ്. ആ മിഷണറി പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുമ്പോൾ നമ്മളുടെ ഈ ആശങ്കകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ഏതായാലും യോഗി ഒരു ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ കൂടെ പ്രതീകമായി മാറി കുംഭമേളയിലൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.